Namaskaram. I want to thank all of you from the deepest place in my heart for the love, for the affection and for the support you have given me. നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിന്, ഇഷ്ടത്തിന്, നിങ്ങൾ എനിക്ക് നൽകിയ പിന്തുണയ്ക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. I welcome all my colleagues here from the UDF, Shri K.C. Venugopal ji, Shri Bashir ji, Shri A.K. Anil Kumar ji and all the other distinguished leaders of the UDF who are on stage today. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കളും എൻ്റെ സഹപ്രവർത്തകരുമായ മുതിർന്ന നേതാക്കളെ എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. I have come here for 2 days only to go around the constituency and say thank you to you. ഈ 2 ദിവസങ്ങൾ ഞാൻ ഇവിടെ വന്നത് ഈ പാർലമെന്റ് മണ്ഡലം മുഴുവൻ സഞ്ചരിച്ച് നിങ്ങളോട് നന്ദി പറയാൻ വേണ്ടി മാത്രമാണ്. But no matter how many places I go to, how many people I thank, how many times I say thank you, it is not enough to express the gratitude I have in my heart. ഞാൻ എത്ര സ്ഥലങ്ങളിൽ പോയാലും, എത്ര ആളുകളെ കണ്ടാലും, എത്ര പ്രാവശ്യം നന്ദി പറഞ്ഞാലും എൻ്റെ ഹൃദയത്തിലുള്ള കടപ്പാട് നിങ്ങളോട് പ്രകടിപ്പിക്കാൻ അതൊന്നും മതിയാവുകയില്ല. You stood with my brother in his most difficult times. എൻ്റെ സഹോദരന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിന്നു. You gave him strength, you gave him courage. നിങ്ങൾ അദ്ദേഹത്തിന് കരുത്ത് നൽകി, അദ്ദേഹത്തിന് ധൈര്യം നൽകി. And it is because of the bond that you share with him that you are standing here today. നിങ്ങൾ അദ്ദേഹത്തോട് പങ്കിടുന്ന ഒരു ബന്ധത്തിന്റെ കാരണം കൊണ്ട്, ആ ബന്ധം മൂലമാണ് നിങ്ങൾ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത്. So I thank him also for trusting me and for choosing me to stand for election from here. അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരനെയും ഈ തെരഞ്ഞെടുപ്പിന് ഇവിടെ നിന്ന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് എന്നെ തെരഞ്ഞെടുത്തതിനും എന്നിൽ വിശ്വാസം അർപ്പിച്ചതിനും എൻ്റെ സഹോദരനോടും ഞാൻ നന്ദി പറയുകയാണ്. He respects all of you deeply and he knows that I share this respect for you. അദ്ദേഹം നിങ്ങളെ ഓരോരുത്തരെയും ആഴത്തിൽ ബഹുമാനിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ ആ ബഹുമാനം എനിക്കും നിങ്ങളോടുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. For generations of my family, we have felt your love and your support. എൻ്റെ കുടുംബം തലമുറകളായി നിങ്ങളുടെ സ്നേഹവും പിന്തുണയും അനുഭവിക്കുന്നവരാണ്. You are the people of Wayanad Lok Sabha, but you are also the people of India. നിങ്ങൾ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ആളുകളാണ്, അതേസമയം തന്നെ നിങ്ങൾ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ജനങ്ങളുമാണ്. All of us here, every single one of us is proud to be Indian first. നമ്മൾ എല്ലാവരും ഇവിടെയുള്ള നമ്മൾ ഓരോരുത്തരും ഒരു ഇന്ത്യക്കാരെന്ന് പറയുന്നതിൽ, ഇന്ത്യൻ എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നവരാണ്. ആദ്യമായി we are proud to belong to a country whose freedom movement was non-violent. അഹിംസാത്മകമായ ഒരു സ്വാതന്ത്ര്യ സമരം നടത്തിയ ഒരു രാജ്യത്തെ പൗരന്മാരായിരിക്കുന്നതിൽ, ഒരു രാജ്യത്ത് ജനിച്ചതിൽ, ജീവിക്കുന്നതിൽ നമ്മൾ അഭിമാനിക്കുന്നവരാണ്. We are proud to belong to a country whose freedom movement was led by Mahatma Gandhi, who spoke of ahimsa, who spoke of truth. അഹിംസയെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച് സംസാരിച്ച മഹാത്മാഗാന്ധി നയിച്ച സ്വാതന്ത്ര്യ സമരം നടന്ന ഒരു രാജ്യത്തെക്കുറിച്ച് നമുക്ക് അഭിമാനമുണ്ട്. There were many revolutions in this world. Most of them were violent. This was unique because it was non-violent. It was based on truth. It was based on Satya. ലോകത്ത് ഒരുപാട് വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്, പക്ഷെ അവയെല്ലാം ഹിംസാത്മകമായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ മാത്രമാണ് മറ്റെല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായി സത്യത്തെയും അഹിംസയെയും ആധാരമാക്കി ഒരു വിപ്ലവം നടന്നത്. And we are proud to be Indian because of the values of our constitution, because of what built this nation. കാരണം ഇന്ത്യക്കാരാണത് എന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്. നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഈ രാജ്യം നിർമ്മിച്ചതിൽ നമുക്ക് അഭിമാനമുണ്ട്. This nation was built by all of you, by your ancestors, by the farmers of India, by the laborers of India, by every single Indian who believed in the idea of a unified nation. ഈ രാജ്യത്തെ നിർമ്മിച്ചത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നിർമ്മിച്ചത് നിങ്ങളാണ്, നിങ്ങളുടെ പൂർവ്വ പിതാമഹന്മാരാണ്, ഇവിടുത്തെ കർഷകരാണ്, ഇവിടുത്തെ തൊഴിലാളികളാണ്. ഈ
ഒരു ഒറ്റ രാജ്യത്തെ, എല്ലാവരും ഒരുമിച്ചുള്ള ഒരു രാജ്യത്തിന്റെ ആശയത്തിൽ വിശ്വസിച്ച ജനങ്ങളാണ് ഈ രാജ്യത്തെ നിർമ്മിച്ചത്. And it is because of this that you are here today, because you are proud of the nation that was built by your ancestors and that was built by all of you. കാരണം നിങ്ങൾ എല്ലാവരും ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതിന്റെ കാരണം നിങ്ങൾ ഓരോരുത്തരും നിർമ്മിച്ച, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ നിർമ്മിച്ചെടുത്ത ഈ രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അഭിമാനമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്.